നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭയിൽ മൂന്നാം തവണയും ഭരണം നിലനിർത്തിയ LDF-ൽ പുതിയ ചെയർപേഴ്സണെ കണ്ടെത്താനുള്ള ചർച്ചകൾ സജീവമായി. ഇത്തവണ വനിതാ സംവരണമായ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM അംഗങ്ങളായ മിനി അരവിന്ദൻ, സ്വപ്ന ശശി, ധന്യ നിധിൻ എന്നിവരാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. ഇതിൽ സ്വപ്ന ശശി മൂന്നാം തവണ വിജയിച്ചപ്പോൾ മിനി അരവിന്ദന് കുടുംബശ്രീ CDS ചെയർപേഴ്സൺ എന്ന നിലയിൽ 13 വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്. CPM ജില്ലാ കമ്മിറ്റി യോഗത്തിനു ശേഷമാകും ആരാണ് നഗരസഭയുടെ പുതിയ അധ്യക്ഷ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 21-ന് ഞായറാഴ്ച നടക്കും. അന്ന് തന്നെ പുതിയ ഭരണസമിതികൾ നിലവിൽ വരും. പൊതു അവധി ദിനമായിട്ടും ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയാണ് സത്യപ്രതിജ്ഞ 21-ന് നടത്താൻ സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഒഴിവാക്കാൻ സഹായിക്കും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഏറ്റവും മുതിർന്ന അംഗമായിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. പ്രസിഡന്റ്, മേയർ തെരഞ്ഞെടുപ്പുകൾ ക്രിസ്തുമസിന് ശേഷമായിരിക്കും നടക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നത് കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി P. മോഹൻദാസ്. പല ഡിവിഷനുകളിലും കോൺഗ്രസിന്റെ വോട്ട് BJPക്ക് ലഭിച്ചതായി കണക്കുകൾ നിരത്തി അദ്ദേഹം വ്യക്തമാക്കി. CPM BJP കൂട്ടുകെട്ടാണെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നു LDF. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിനിടെ ചേലക്കരയിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. വിജയാഘോഷത്തിനായി ഉപയോഗിച്ച പടക്കങ്ങളിൽ ഖുർആന്റെ ഏടുകൾ ഉപയോഗിച്ചതായി വ്യാപകമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. വിവിധ മുസ്ലിം സംഘടനകളുടെയും മഹല്ല് നിവാസികളുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ചേലക്കര പോലീസ് FIR തയ്യാറാക്കിയത്.